വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോട്ട്ലക്ക് പാർട്ടി വെക്കുമായിരുന്നേ. അപ്പോൾ എൻ്റെ ഒരു കോളീഗ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു ഡിഷായിരുന്നു ഫ്രൂട്ട് സലാഡ്. അവിടുത്തെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിഷായിരുന്നേ. അങ്ങനെ ഞാൻ ഇന്ന് അവളെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ റെസിപ്പിയൊക്കെ കളക്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രിഫറൻസ് അതിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാമേ. നമ്മളിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട്, ആപ്പിള്, പൈനാപ്പിള്, പാളയംകുടം പഴം, പേരയ്ക്ക, ഇത്രയൊക്കെയാണ്, മാതള നാരങ്ങ, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രിഫറൻസ് അതനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കുറച്ച് ഏറെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം എങ്ങനത്തെ പീസസ് ആണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. കാര്യം ഇത് ലാസ്റ്റ് നമ്മൾ കോരി കഴിക്കുന്നതാണ്. ആ വിചാരത്തിൽ വേണ്ട ഇതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് കഴിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. പ്രത്യേകിച്ച് പേരയ്ക്കൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേനും ചെറിയ പീസായിട്ടിടണേ, കാരണം കുരുവൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ചിട്ട് തന്നെ കട്ട് ചെയ്തിടുക. പക്ഷേ നമ്മുടെ പൈനാപ്പിൾ മാത്രം കട്ട് ചെയ്ത് വേറെ പാത്രത്തിൽ മാറ്റി വെക്കണം. അത് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടുതൽ മിക്സ് ചെയ്യരുത്. പൈനാപ്പിളിൻ്റെ അറിയാമല്ലോ, ചെറിയൊരു പുളിപ്പ് കാണും. അപ്പോൾ അത് നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്തതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് പാലൊഴിക്കുക. എന്നിട്ട് നമ്മുടെ ഒരു കസ്റ്റാർഡ് പൗഡർ, നമ്മൾ ഇത്രയും ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം ഒരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കലക്കി മാറ്റി വയ്ക്കുക. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൈനാപ്പിളില്ലേ, അതിനെ എടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇടുക. എങ്ങനെയാണോ നമുക്ക് മധുരം വേണ്ട അതനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം പൈനാപ്പിൾ ഉണ്ട് ആ പൈനാപ്പിൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണേ. അപ്പോൾ അതനുസരിച്ചിട്ട് ഷുഗറും ആഡ് ചെയ്യുക, വെള്ളം ഒഴിക്കുക. ഇനി ആ വെള്ളം അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പൈനാപ്പിളില്ലേ അതിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നെകക്കെ കിടക്കുന്ന പോലെ മുക്കി വെക്കുക. എന്നിട്ട് ഇതിനെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിനി ബാക്കിയെല്ലാം ചെയ്ത് വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് ആ ഷുഗർ സിറപ്പ് ഇതിനകത്തേക്ക് പിടിച്ചു വരുവേ. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ പൈനാപ്പിൾ എടുത്ത് നമുക്ക് മാറ്റി വെക്കാമേ. ഇനി വേറൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിക്കുക. പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അളവ് നോക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് നമുക്ക് കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ട് ഒന്ന് കുറുക്കിയെടുക്കേണ്ടതാണ്. കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ആ ഫ്രൂട്ട്സ് എല്ലാം കൊള്ളണം. അതായത് നമുക്ക് കോരി കഴിക്കാനായിട്ട് കുറച്ചൊരു എന്നാ പറയുന്നത്, ഇതിൻ്റെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് പാൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഏകദേശം 1 ലിറ്റർ അടുത്ത് പാലെടുത്തിട്ടുണ്ട്. പാലിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് മധുരമൊന്നും ഇഷ്ടമില്ലാത്തവർ, കാരണം നമ്മൾ ഇതിനകത്തിട്ട പല ഫ്രൂട്ട്സിനും മാമ്പഴമുണ്ട്, പാളയംകുടം പഴമുണ്ട്, ഇതിനൊക്കെ മധുരമുണ്ട്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ നമ്മൾ ഷുഗർ സിറപ്പിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. ഈ മധുരമൊക്കെ നോക്കിയിട്ട് വേണേൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ പാലൊന്ന് അത്യാവശ്യം തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് പണി, ഇതിൻ്റെ അടുത്ത് നിന്നെങ്ങും പോകരുത്. നിന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് അടി പിടിക്കുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് കുറുകി വരേണ്ട കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഇതിരുന്നിട്ട് കുറച്ചൊന്ന് കുറുകും. പിന്നെ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഫ്രൂട്ട്സിനകത്തു നിന്ന് എല്ലാത്തിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, ഏത് കൺസിസ്റ്റൻസി വേണോ അത് നോക്കി വേണം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കുറുകി അങ്ങ് പോവുകയും ചെയ്യരുത്, എന്നാൽ തീരെ ലൂസായിരിക്കുകയും ചെയ്യില്ല. ആ ഒരു സ്റ്റേജിൽ നിർത്തുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ബോൾ ഐസാണ് നമ്മളെടുത്തേക്കുന്നത്. നമ്മൾ കപ്പ് ഐസ് എന്നൊക്കെ പറയത്തില്ല, സാധാ ഐസ്ക്രീം, ഫ്ലേവറൊന്നും വേണമെന്നില്ല. അതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാ ഫ്രൂട്ട്സും കറക്റ്റായിട്ട് മിക്സ് ആകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കിയെടുക്കുക. കാരണം എല്ലാ ഫ്രൂട്ട്സിലും അത് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പൈനാപ്പിളിൽ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ആ ഷുഗർ സിറപ്പോട് കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ആ ഷുഗർ സിറപ്പിൽ നിന്ന് പൈനാപ്പിൾ സെപ്പറേറ്റ് കോരി ഇതിനകത്തേക്ക് ഇടുമായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങളുടെ കസ്റ്റാർഡ് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാമേ. ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ അത് നോക്കി നന്നായിട്ട് എങ്ങനെയാണോ, ഇതിപ്പം നിങ്ങൾക്ക് തിക്കാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഷുഗർ സിറപ്പ് കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ ഐസ്ക്രീം, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് മധുരമൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. ഇനിയും നമുക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയോട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്
ഇനി അലിഞ്ഞ് വരത്തില്ല. അപ്പോൾ പൊടിച്ചിട്ട് കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേന് ഇത് ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വരും. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജായി. ഈ സ്റ്റേജിൽ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഇത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആണല്ലോ, എല്ലാ ഫ്രൂട്ട്സും ഉള്ളത് കൊണ്ട് തന്നെ ഈസി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിലൊക്കെ വരുന്ന സമയത്തോ ആർക്കെങ്കിലും വിരുന്നൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.